ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രകൾ എന്ന വിഷയത്തിൻ്റെ പഠനം ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലാണ് പൗലോസിൻ്റെ മിഷണറി യാത്രകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതെന്ന് ഇന്നലെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ ക്ലാസ്സുകൾ നടക്കുമ്പോൾ തന്നെ ഈ അധ്യായ ഭാഗങ്ങളിലൂടെ വായിച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ പഠനത്തിന് അതേറെ സഹായകരമാകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അന്ത്യോക്യയിലെ സഭയിൽ അവർ ഒന്നിച്ചുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് അനുസൃതമായി ശൗലിനെയും ബർന്നബാസിനെയും അവർ പ്രാർത്ഥിച്ച് യാത്രയാക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ബർന്നബാസും ശൗലും പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടി വളരെ സമർപ്പണത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. സുവിശേഷം അതുവരെ യെരൂശലേമിലും സമീപ പ്രദേശങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ പൗലോസിന്റെ മിഷണറി യാത്രകളിലൂടെ യെരൂശലേമിന്റെ വെളിയിലേക്ക് സുവിശേഷത്തിന് വ്യാപനം സംഭവിക്കുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവീനെന്നുള്ള അരുമനാഥന്റെ കൽപ്പന നിറവേറുന്ന ഒരു സാഹചര്യം കൂടെയാണ് പൗലോസിന്റെ മിഷണറി യാത്രകളിലുടനീളം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അന്ത്യോക്യയിൽ നിന്നും യാത്ര തിരിച്ച ബർന്നബാസും ശൗലും സെലൂക്യ എന്ന സ്ഥലത്തെത്തി. ഇവിടെ അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം സിറിയയിലെ അന്ത്യോക്യയാണ്. ഈ സ്ഥലമാണ് മിഷണറി യാത്രകളുടെ കേന്ദ്രമായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനെ അന്ത്യോക്യ സഭ പ്രാർത്ഥിച്ചയച്ച ബർന്നബാസും ശൗലും തങ്ങളുടെ 1-ാം മിഷണറി യാത്ര ആരംഭിച്ചു. അന്ത്യോക്യയിലെ തുറമുഖ പട്ടണമായ സെലൂക്യയിൽ നിന്നും അവർ യാത്ര തിരിച്ച് കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സെലൂക്യയിൽ നിന്നും ഏതാണ്ട് 60 മൈൽ യാത്ര ചെയ്താണ് ഇവർ കുപ്രോസ് ദ്വീപിലെത്തിയത്. സെലൂക്യയിൽ നിന്നും കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് അവർ യാത്ര തിരിച്ചത് കുപ്രോസ് ദ്വീപിലെ കിഴക്കേ തീരത്തുള്ള സലാമീസ് എന്ന സ്ഥലം ലക്ഷ്യമാക്കിയായിരുന്നു. കാരണം ധാരാളം യഹൂദന്മാർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമാണ് കുപ്രോസ് ദ്വീപിലെ സലാമീസ്. മാത്രമല്ല, പൗലോസിനോടൊപ്പം യാത്ര ചെയ്യുന്ന ബർന്നബാസിന്റെ ജന്മസ്ഥലം കൂടെയാണ് ഈ കുപ്രോസ് എന്ന് പറയുന്നത്. ഇനി കുപ്രോസ് എന്ന ഈ സ്ഥലത്തിന് വിജ്ഞാന മണ്ഡലത്തിലും വലിയ സ്ഥാനമുണ്ടായിരുന്നു. ധാരാളം ചരിത്രകാരന്മാർ, അരിസ്റ്റോസ് മുതലായ ചരിത്രകാരന്മാര്, സ്റ്റോയിക് തത്വചിന്തയുടെ ഉപജ്ഞാതാവായ സീനോ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ജനിച്ച സ്ഥലം കൂടെയാണ് ഈ കുപ്രോസ് ദ്വീപ് എന്ന് പറയുന്നത്. മാത്രമല്ല, സലാമീസ് എന്ന് പറയുന്നത് കുപ്രോസിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാർ സ്ഥാപിച്ചൊരു കോളനിയായിരുന്നു അത്. അങ്ങനെ കുപ്രോസ് ദ്വീപിലെ സലാമീസിൽ എത്തിച്ചേർന്ന ബർന്നബാസും ശൗലും ചേർന്ന് അവിടെയുള്ള യഹൂദ പള്ളികളിൽ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. പൗലോസിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തോടനുബന്ധിച്ച് അദ്ദേഹം ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ യഹൂദ പള്ളികളിലാണ് അദ്ദേഹം സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെ വെച്ചാണ് യോഹന്നാൻ എന്നു പേരുള്ള മർക്കോസ് ഈ യാത്രയിൽ ബർന്നബാസിനോടും ശൗലിനോടുമൊപ്പം ചേരുന്നത്. അങ്ങനെ സലാമീസിലുള്ള യഹൂദ പള്ളികളിൽ അല്ലെങ്കിൽ സിനഗോഗുകളിൽ ദൈവവചനം അറിയിച്ചതിന് ശേഷം അവര് പാഫോസ് എന്ന സ്ഥലത്തേക്ക് അവർ വീണ്ടും യാത്രയായി. ഈ സ്ഥലത്താണ് ദ്വീപിന്റെ പ്രധാന ദേശാധിപതി അല്ലെങ്കിൽ പ്രധാന റോമ ഉദ്യോഗസ്ഥനായ ദേശാധിപതി പാർത്തിരുന്നത്. ആ കാലത്തെ ദേശാധിപതിയുടെ പേര് സെർഗ്യോസ് പൗലോസ് എന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു. ആ ഭൃത്യന്റെ പേര് ബർയേഷു അല്ലെങ്കിൽ ഏലിമാസ് എന്നായിരുന്നു. ഏലിമാസ് എന്ന വാക്കിന്റെ അർത്ഥം മാന്ത്രികൻ എന്നാണ്. ഈ ഏലിമാസ് പൗലോസിനെയും
അല്ലെങ്കിൽ ശൗലിനെയും ബർന്നബാസിനെയും എതിർക്കുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ യാത്രയിൽ, അവരുടെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ അവർക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ മിഷണറി യാത്രയിൽ അവർ നേരിടുന്ന ആദ്യത്തെ ഒരു ക്രൈസിസ്, അതാണ് ഈ ദേശാധിപതിയുടെ ഭൃത്യനായ ബർയേഷു എന്ന വ്യക്തിയിൽ നിന്നും അവർക്ക് നേരിടുന്നത്. സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതി ശൗലിൽ നിന്നും ബർന്നബാസിൽ നിന്നും ദൈവവചനം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ എലിമാസ് എന്ന ഈ മാന്ത്രികൻ ശൗലിനെയും ബർന്നബാസിനെയും തടയുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ശൗല് ഈ എലിമാസിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ എന്നൊക്കെ അവിടെ ഇദ്ദേഹത്തോട് പൗലോസ് ചോദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൗലോസ് അവിടെ അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും അദ്ദേഹത്തിന്റെ മേൽ ഒരു തിമിരവും ഇരുട്ടും വീണു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ഈ സംഭവിച്ചതൊക്കെ കണ്ടിട്ട് ദേശാധിപതി കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തിലും ഉപദേശത്തിലും അതുപോലെ ദൈവദാസന്മാരുടെ വാക്കുകളിലും വിശ്വസിക്കുകയാണ് ഉണ്ടായത്. ശൗലിന്റെയും ബർന്നബാസിന്റെയും യാത്രയുടെ തുടക്ക വേളകളിൽ തന്നെ വലിയ ഏറെ ശ്രദ്ധയേറിയ ഒരു സംഭവം തന്നെയാണ് നടന്നത്. സെർഗ്യോസ് പൗലോസ് എന്ന വ്യക്തിക്കുണ്ടായ മാനസാന്തരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ രചയിതാവായ ലൂക്കോസ് ഇതുവരെയുള്ള സംഭവങ്ങൾ പറയുമ്പോൾ ശൗൽ എന്നാണ് പൗലോസിനെ നാമകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തോടു കൂടെ പൗലോസ് എന്നാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ ലൂക്കോസ് സംബോധന ചെയ്യുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 പേരുകൾ ഉണ്ടാകാറുണ്ടെന്നൊക്കെ നമ്മൾ പല പുസ്തകങ്ങളിലൊക്കെ പല രേഖകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശൗൽ എന്നത് എബ്രായ നാമവും അതുപോലെ പൗലോസ് എന്നത് റോമൻ പേരുമാണെന്നൊക്കെ പല രേഖകളിലും കാണുന്നുണ്ട്. അങ്ങനെ മിഷണറി യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരു റോമൻ ഗവർണർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. തുടർന്ന് അവര് പംഫോസിൽ നിന്ന് യാത്ര തിരിച്ച് കപ്പൽ കയറി അവര് പംഫുല്യ ദേശത്തിലെ പെർഗ എന്ന സ്ഥലത്ത് ചെന്നു. ഇവിടെ വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞ യോഹന്നാൻ എന്ന് പേരുള്ള മർക്കോസ് ഈ ബർന്നബാസിനെയും പൗലോസിനെയും വിട്ട് തിരികെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കും.